ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ വേൾഡ് ആൻഡ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഏതൊരു മത്സരാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതോടൊപ്പം നമുക്ക് മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ടോപ്പിക് അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ടോപ്പിക്സും അതിൻ്റെ ഒപ്പം പോയിന്റുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ദിവസങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. 2019 ഡിസംബറും 2020 ജനുവരിയും ഈ 2 മാസങ്ങളാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. 2019 ഡിസംബർ ആൻഡ് 2020 ജനുവരി. അപ്പോൾ എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്? ആദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം, അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറ്റപ്പെട്ട് അല്ലെങ്കിൽ അനധികൃതമായിട്ട് വന്ന് താമസിക്കുന്നത് ഒരു വർഷം പറഞ്ഞിട്ടുണ്ട്. അതായത് 2014 ഡിസംബർ 31 മുൻപ് ആയിട്ട് വന്ന് താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് അതിൽ ചില പ്രത്യേക മതവിഭാഗക്കാരുണ്ട്. നമുക്ക് നോക്കാം. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകുന്ന ഒരു നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അതോടൊപ്പം ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളുടെ പേരും ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മതവിഭാഗങ്ങൾ കൂടി നോക്കുക. ഹൈന്ദവർ, ക്രൈസ്തവർ, പിന്നെ സിഖ്, ജൈന, പാഴ്സി ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിൽ അനധികൃതമായിട്ട് കുടിയേറ്റക്കാരായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് എന്താണ് പൗരത്വം നൽകുന്ന ഒരു നിയമമാണ് ഈ പറഞ്ഞിരിക്കുന്ന പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത്. 2019 ഡിസംബർ 9 ഇത് അമിത് ഷാ പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. ദെൻ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ലോകസഭയിലും രാജ്യസഭയിലും ഇത് പാസ്സാക്കപ്പെട്ട ദിവസവും വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് 2019 ഡിസംബർ 10 ലോകസഭയിൽ ഇത് അവതരിപ്പിക്കുന്നത്. 11 രാജ്യസഭയിൽ ഇത് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പാസ്സാക്കുന്നത്. ദെൻ നെക്സ്റ്റ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് ഡിസംബർ 12 നിയമം നിലവിൽ വരുന്നത് പിറ്റേ വർഷമാണ്, ജനുവരിയിലാണ്. ജനുവരി 2020 ജനുവരി 10 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ ഞാൻ പറഞ്ഞു 10, 11, 12 ഈ 3 തീയതികൾ ഓർത്ത് വെക്കുക. ദെൻ ജനുവരി ആൻഡ് ഡിസംബർ 2019 ഡിസംബറും 2020 ജനുവരിയും ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ L കഴിഞ്ഞിട്ടാണ് R വരുന്നത്, അല്ലേ? LMNOPQR. അപ്പോൾ ആദ്യം വന്നത് L ആയതുകൊണ്ട് ആദ്യമേ അത് അവതരിപ്പിച്ചെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഒരു കോഡ് ഉണ്ടാക്കി നിങ്ങൾക്കായിട്ട് സ്വയമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഡിസംബർ നമ്മൾ പറഞ്ഞ പോലെ 2019 ഡിസംബർ 10 ഇത് ലോകസഭയിൽ അംഗീകരിക്കുന്നത്. 2019 ഡിസംബർ 11 രാജ്യസഭയിൽ അംഗീകരിക്കുന്നു. 2019 ഡിസംബർ 12 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വരുന്ന ഏതാണ്? 2020 ജനുവരി 10. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ ഈ പൗരത്വ ഭേദഗതി, അപ്പോൾ ഇത് എത്ര തവണയാണ് ഇന്ത്യയിലെ ഈ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കുക. 1986 ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷമാണ് ആദ്യമായി ചെയ്യപ്പെട്ട വർഷം നോക്കി വെക്കുക. 1986, 1992, 2003, 2005, 2015 ആൻഡ് 2019. അപ്പോൾ എത്ര തവണയാണ്? ശ്രദ്ധിക്കുക. 86, 92, 2003, 2005, 2015 ആൻഡ് 2019. ഇനി ഈ പൗരത്വ ഭേദഗതിക്ക് എതിരെ ആയിട്ട് നമുക്കറിയാം കോടതിയെ സമീപിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എതിരെ എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെ കോടതിയിൽ സമീപിച്ച സംസ്ഥാനം, ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ്. ഓക്കെ, ഇതിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ കേരളം, രണ്ടാമത് ചോദിച്ചാൽ പഞ്ചാബ്. ഇനി ഇതിനെതിരെ പ്രമേയം പാസ്സാക്കിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അതേതാണ്? പുതുച്ചേരിയാണ്. ഇനി ഇതിനെതിരെ പ്രമേയം പാസ്സാക്കിക്കൊണ്ടുള്ള ആദ്യത്തെ യൂണിവേഴ്സിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലടിയിലെ ശ്രീശങ്കര സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ കിട്ടിയല്ലോ. ഒന്നുകൂടെ ആവർത്തിക്കാം, ഇവിടെ ശ്രദ്ധിച്ചോളുക. എന്താണ് നമ്മൾ പറഞ്ഞത്? ഈ ഒരു പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? കേരളമാണ്. നമ്മളുടെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ പുതുച്ചേരിയാണ്. രണ്ടാമത്തെ സംസ്ഥാനം ചോദിച്ചാൽ പഞ്ചാബാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിനെതിരെ കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാലും അത് ഏതാണ്? കേരളമാണ്. ഇനി രാജസ്ഥാൻ ഉത്തരം വരുന്നുണ്ട്.
അപ്പോൾ രാജസ്ഥാൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, പൗരത്വ ഭേദഗതി ബില്ല്, പൗരത്വ രജിസ്റ്റർ ഇതിനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പൗരത്വ ഭേദഗതി, നമ്മൾ പറഞ്ഞ പൗരത്വ രജിസ്റ്റർ ഇതിനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. ഇനി എവിടെയാണ് നിയമം നിലവിൽ വന്നത്, ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആസാമിലാണ്. ഓക്കെ, അപ്പോൾ ആസാമിലാണ് ഈ ഒരു നിയമം നിലവിൽ ആദ്യമായിട്ട് വരുന്നത്. ഇനി ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു NRC പ്രകാരം അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബിൽ പ്രകാരം ആദ്യമായിട്ട് ഈ കുടിയേറ്റക്കാരെ കുറിച്ചിട്ടുള്ള പട്ടിക നമുക്ക് നോക്കാം. പട്ടിക പാസാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അല്ലെങ്കിൽ പട്ടിക തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഏതാണ്? ഉത്തർപ്രദേശാണ്. ദ നെക്സ്റ്റ് ലാസ്റ്റ് വൺ, NRCക്കെതിരെ അല്ലെങ്കിൽ ഈ പൗരത്വ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ NDA ഭരണത്തിലുള്ള സംസ്ഥാനം. ശ്രദ്ധിക്കുക, NDA ഭരണത്തിലുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? അത് ബീഹാറാണ്. കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഏതാണ്? പുതുച്ചേരിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി, ശ്രീ ശങ്കരാചാര്യ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പഞ്ചാബ് ആണെന്ന് പറഞ്ഞു. പിന്നെ രാജസ്ഥാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇതിനെതിരെ ഈ പൗരത്വ നിയമത്തിനെതിരെയും പ്രമേയത്തിനെതിരെയും രജിസ്റ്ററിനെതിരെയും പ്രമേയം പാസ്സാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനാണ്. ഏറ്റവും ആദ്യമായിട്ട് നിലവിൽ വരുന്നത് ആസാമിലാണ് ഈ ഒരു പൗരത്വ ഭേദഗതി ബില്ല്. പിന്നെ നമ്മൾ പറഞ്ഞത് NRCക്കെതിരെ നിയമം പാസ്സാക്കിയ ആദ്യത്തെ NDA ഭരണപ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബീഹാറാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ദെൻ അൺഅക്കാഡമി ആപ്പിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അൺഅക്കാഡമിയിൽ സൗജന്യ ക്ലാസ്സുകൾ അൺലോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ പേര് കൊടുക്കാം. എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ്. ഈ ഒരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷനും അതോടൊപ്പം ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ 10% ഡിസ്കൗണ്ടും അതോടൊപ്പം തന്നെ ഫ്രീ ക്ലാസ് അൺലോക്ക് ചെയ്യാനായിട്ട് എൻ്റെ പേര് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ക്ലാസ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.